സ്നേഹബന്ധത്തിന്റെ ലോകമല്ലേ? ഞാൻ കണ്ട പെൺകുട്ടിയെ എല്ലാവരും ഞാൻ കല്യാണം കഴിക്കില്ലാന്ന് വാശി പിടിച്ച് ഉമ്മയോട് ഉപ്പയോട് വെല്ലുവിളിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന മക്കളുടെ കാലഘട്ടമല്ലേ? സൂക്ഷിച്ചുകൊള്ളുക. എന്റെ പുതിയങ്ങാടിയിലെ ശബ്ദം ശ്രവിക്കുന്ന 15-കാരിയെ, 16-കാരിയെ, 17-കാരിയെ, 18-കാരിയെ ക്യാമ്പസിന്റെ കത്തളപ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ കയ്യിൽ മൊബൈൽ വെച്ചുകൊണ്ട് ആ മൊബൈൽ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് കൊഞ്ചിക്കുടന്ന സംസാര സകലങ്ങളുമായി കടന്നു ചെല്ലുമ്പോ നിന്നെ കാണാൻ കാത്തിരിക്കുന്ന നൂറുകണക്കാറ് യുവകോമളന്മാരവിടെയുണ്ട്. സിനിമയാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന പെണ്ണ്, സീരിയലാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന പെണ്ണ്, നോവലാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന പെണ്ണ്. നിന്നൊരു രസത്തിന് വേണ്ടിയിട്ട് നീ പ്രേമം തുടങ്ങുകയാ, മ്യൂസിയത്തിൽ പോവുകയാ, കറങ്ങി നടക്കുകയാ, സിനിമയ്ക്ക് പോവുകയാ, കാമുകന്റെ ബൈക്കിന്റെ പിന്നിൽ ഇരുന്നുകൊണ്ട് ഹെൽമറ്റ് തലയിൽ വെച്ചുകൊണ്ട് തന്നെ തിരിച്ചറിയാത്ത ഉപ്പയുടെ മുന്നിലൂടെ കളിയാക്കിയിട്ട് കടന്നു പോവുകയാണ്. അവസാനം മാനസിക രോഗം പിടിക്കപ്പെടുകയാ, ഭ്രാന്തിയെ പോലെ ആവുകയാ, പ്രസവമാണ്, ഗർഭവതിയാണെന്നറിയുമ്പോൾ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുകയാ. എത്രയോ ദുരന്തം ഈ സമുദായം കണ്ടുപോയില്ലേ? എത്രയോ റെയിൽവേ ട്രാക്കുകളിൽ സുന്ദരികളാണ് പെൺകുട്ടികളുടെ ശരീരങ്ങൾ സദഞ്ഞരഞ്ഞു പോയില്ലേ? എത്രയോ തരുണീമണിയുടെ രക്തം ഈ കേരളത്തിന്റെ നെറുകയിൽ ചിതറി വീണില്ലേ? ഡൽഹിയുടെ പെരുവോരത്ത് വലിച്ചെറിയപ്പെട്ട പെണ്ണിന്റെ കഥ മാത്രം പഠിച്ചാ പോരാ, സൂര്യനെന്തിയിൽ 40 പേര് കൂടി വലിച്ചു കയറിയ പെണ്ണിന്റെ കഥ മാത്രം പഠിച്ചാ പോരാ. ആരുമറിയാതെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ വലിച്ചെറിയപ്പെടുന്ന പരിണീമണികളാണ് പെൺകുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പത്രമാധ്യമങ്ങൾ ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല. എന്നാലും യുവാക്കള്, നമ്മുടെ സഹോദരിമാരെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാ. ഒരുത്തരം നക്കിപ്പിന്നോ നമ്മുടെ പെൺമക്കളെ വിട്ടുകൊടുക്കരുത് ചെറുപ്പക്കാരാ. നമ്മുടെ പെങ്ങന്മാർ ക്യാമ്പസിന്റെ ഉള്ളറകളിൽ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കരുത് ചെറുപ്പക്കാരാ. അല്ലാഹു കടുവ തന്നിരിക്കുന്നിടത്തോളം കാലം മുസ്ലിം സമുദായത്തിന്റെ പെങ്ങന്മാർ എന്റെ പെങ്ങന്മാരാ, അവരെ തൊടാൻ ഞാൻ അനുവദിക്കില്ലടാ എന്ന് പറയുന്ന ഈമാനിന്റെ പവർ എവിടെ പോയി ചെറുപ്പക്കാരാ, എവിടെ പോയി ചെറുപ്പക്കാരാ? കല്ലിന് വേണ്ടി അടികൂടാ മനസ്സ് കാണിക്കുന്ന, പെണ്ണിന് വേണ്ടി അടികൂടാ മനസ്സ് കാണിക്കുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാനെങ്കിലും നിനക്ക് കഴിയുന്നുണ്ടോ?